മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ അസാധാരണ വേഗത്തിലും അസ്വാഭാവിക രീതിയിലും എക്സാലോജിക്കിന്റെ സംരക്ഷണം CPM ഏറ്റെടുത്തതിനാൽ SFIO അന്വേഷണം പാർട്ടിക്കും നിർണായകം. കോടിയേരി ബാലകൃഷ്ണനെ അനുകൂലിക്കുന്നവർ കരുതലോടെ കാത്തിരിക്കുകയാണ്. കോടിയേരിയുടെ മകൻ കേസിൽ കുടുങ്ങിയപ്പോൾ CPM പിന്തുണച്ചില്ല. അത് വ്യക്തിപരമെന്ന് പറഞ്ഞൊഴിഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കാര്യം വന്നപ്പോൾ എല്ലാം CPM ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം ഇനി പ്രതികരിക്കാനില്ലെന്ന സൂചന CPM സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയിരുന്നു. അതിനിടയിലും CPMലെ ഒരു വിഭാഗം തിരിച്ചടിക്കൊരുങ്ങുകയാണ്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നതായിരുന്നു മാസപ്പടി ആരോപണം പുറത്തുവന്ന ഘട്ടത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണം. വീണയ്ക്ക് വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതിനാൽ പണം നൽകിയത് എന്ന ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിനാൽ CPM രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുകയും ചെയ്തു. കർണാടക ഹൈക്കോടതിയുടെ ഹർജിയോടെ ഇതെല്ലാം അസ്ഥാനത്തായി. അസ്വാഭാവികത തെളിയുകയും ചെയ്തു. ഇതോടെ ഇനി CPM വീണയെ പരസ്യമായി പിന്തുണയ്ക്കില്ല. ഇത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം. അത് അവരുടെ കമ്പനി കൈകാര്യം ചെയ്തോളും. പാർട്ടിയെ തകർക്കാനാണ് ഇത്തരം ആരോപണങ്ങളെന്ന് നേരത്തെ പറഞ്ഞതാണ്. പിണറായിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ഏത് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നാലും കേരളത്തെ വിലപ്പോകില്ല എന്ന് ഗോവിന്ദൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണമില്ല എന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. സമൂഹം അംഗീകരിക്കാത്ത തെറ്റായ ഒരു പ്രവണതയും CPM വച്ചുപുറപ്പിക്കില്ല എന്ന് ഗ്യാരണ്ടിയെന്ന് സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തു. ഈ പ്രസ്താവനകൾ പിണറായിയും ഞെട്ടിച്ചിട്ടുണ്ട്. പാർട്ടിയിലെ എല്ലാ കരുത്തും ശേഖരിച്ച് ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് പിണറായിയുടെ തീരുമാനം. വരും ദിവസങ്ങളിൽ SFIO അന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും. നോട്ടീസ് നൽകി വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ വീണ തയ്യാറായേക്കും. ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനും നീക്കമുണ്ട്. ഇതിനെല്ലാം മുമ്പ് തന്നെ SFIO നടപടികൾ തുടങ്ങും. വീണയുടെ കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് AKG സെന്ററാണ്. അതുകൊണ്ട് തന്നെ AKG സെന്ററിലും SFIO പരിശോധനയ്ക്ക് എത്താൻ സാധ്യതയുണ്ട്. പാർട്ടി ഓഫീസിൽ ആരെയും കയറ്റില്ല എന്നാണ് CPM നിലപാട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വീണയെ CPM സെക്രട്ടറി തള്ളിപ്പറഞ്ഞത്. സേവനം നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയാൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതത്തിനാകും വഴിവെക്കുക. ഇത് മനസ്സിലാക്കിയാണ് MV ഗോവിന്ദൻ കളം മാറ്റി ചവിട്ടിയത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും വീണയ്ക്ക് വിശദീകരണത്തിന് അവസരം നൽകുകയും ചെയ്തു. വീണയ്ക്ക് കാര്യമായി ഒന്നും വിശദീകരിക്കാനില്ല എന്നും ദുരൂഹമായ ഇടപാടാണ് നടന്നതെന്നും സംശയം പ്രകടിപ്പിച്ച ROC റിപ്പോർട്ട് നൽകുകയും ചെയ്തപ്പോൾ CPM അതിൽ ചാടിപ്പിടിച്ചില്ല. വീണ വിശദീകരിക്കേണ്ടതെല്ലാം വിശദീകരിച്ചോളും എന്ന വിശദീകരണത്തിൽ നേതാക്കൾ ഒതുങ്ങി. ഇതിനു പിന്നാലെയാണ് SFIO അന്വേഷണം വരുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ആദ്യം കോടതിയെ സമീപിച്ചത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC-യാണ്. സർക്കാർ നിർദ്ദേശമനുസരിച്ച് സിറ്റിംഗിന് 25 ലക്ഷം നൽകി മുതിർന്ന അഭിഭാഷകനെ ഇറക്കി. പക്ഷേ കേരള ഹൈക്കോടതി അന്വേഷണം തടഞ്ഞില്ല. ഇതെല്ലാം സർക്കാരിന്റെ വീണ വിജയന് വേണ്ടിയുള്ള താൽപ്പര്യമാണെന്ന വിലയിരുത്തൽ സജീവമാണ്. സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ CPM കരുതലെടുക്കും.